മീൻകറിക്ക് ആവശ്യമായ നാടൻ മത്തിയാണ്. 1/2 കിലോ മത്തിയുണ്ട്. പിന്നെ ഉലുവ, കടുക്, വറ്റൽമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി, ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി. കടുക് പൊട്ടി ഇനി നമുക്ക് മുളകിടാം. വറ്റൽമുളകിടാം. പിന്നെ അതിലേക്ക് ഉലുവ, ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇടാം. അതൊന്ന് വഴന്നു കഴിഞ്ഞാൽ ഞാൻ ചെറിയുള്ളിനെ മിക്സിയിലൊന്ന് ചതച്ചതാണ്. അതുകൂടെ ഇടും. നന്നായിട്ടൊന്ന് നോക്കണം. ഇത് നന്നായി മൂത്തു. ഇനി നമുക്കതിലേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3ഉം ഇടണം. അതിൻ്റെ ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലേക്ക് ആവശ്യം വെള്ളം ഒഴിക്കാം. കുറച്ച് ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെറുള്ളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കുന്നത്. നന്നായി അരയുന്നത് ഒരു പകുതി സ്റ്റേജ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം കുടംപുളി ഇടാം. തളം വരുന്നുണ്ട്. തിളച്ച ശേഷം നമുക്ക് മീനിടാം. കറി നന്നായി തിളച്ച് അരപ്പ് നന്നായി തിളച്ച് നമുക്ക് മീനിടാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇടാം. കറി തിളയ്ക്കട്ടെ. അടച്ച് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറക്കാം.
നമുക്കിത് ഇറക്കാം. അങ്ങനെ നമ്മുടെ നാടൻ മത്തിക്കറി റെഡിയായി.